നമസ്കാരം, സുമിയാണ്. ലൈഫ് ഓഫ് ആൻഡ് സുമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മാത്രമല്ല, അരുണേട്ടനും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഇവിടെ അറിയാലോ, മലാവിയിൽ നല്ല മഴയാണ്. അപ്പോൾ മഴയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറി എന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് ഒന്ന് ഒതുങ്ങിയിട്ട് ഇന്ന് നല്ല വെയിൽ വന്നു. നല്ലൊരു ഒരു പോസിറ്റീവ് വൈബ് ഉള്ളൊരു ദിവസം അല്ലേ. മറ്റേതെന്താണെന്നറിയോ, കാർമേഘമൊക്കെ കൂടിയിട്ട് നമുക്ക് തന്നെ ആകെ ക്ഷീണവും വയ്യായൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുന്ന ദിവസമായിരിക്കും. അപ്പോൾ ഇന്ന് കുറച്ച് നല്ല വെളിച്ചവും വെയിലൊക്കെ വന്ന തണുപ്പൊക്കെ വിട്ടു പോയപ്പോൾ തന്നെ ഒരു നല്ലൊരു ദിവസമാണെന്ന് തോന്നി. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ യൂട്യൂബ് ഫാമിലിയിലുള്ള നിങ്ങളോട് എല്ലാവരോടും ഒരു സന്തോഷം കൂടെ പറയാമെന്ന് വിചാരിച്ചു. അപ്പം കുറച്ച് ദിവസമായിട്ട് ഞാനങ്ങനെ ലോങ് വീഡിയോസ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല എല്ലാവരും ഏട്ടാ. എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന പഴയ ഷോർട്ട് വീഡിയോസൊക്കെ ഇട്ട്, അതായത് നമ്മുടെ ചാനലൊന്ന് ആക്റ്റീവായി നിന്നോട്ട് വിചാരിച്ചിട്ടാട്ടോ ഞാൻ ആ പഴയതൊക്കെ ഇട്ടത്, വേറെ ഒന്നും കൊണ്ടല്ല. പിന്നെ നമ്മളെ ഹാർവസ്റ്റിങ്ങിന് ഒക്കെ കുഞ്ഞു കുഞ്ഞു ഷോർട്സ് ആയിട്ട് അവിടെ കിടക്കട്ടെ, നമ്മുടെ മെമ്മറീസിന് വേണ്ടിയിട്ട് വെച്ചു. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ലോങ് വീഡിയോ ഒന്നും ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, കുറച്ച് ദിവസം നല്ല ഒരു 3-4 മാസമായിട്ട്. അപ്പോൾ ഇത് പറയുമ്പോൾ തന്നെ ഒട്ടുമിക്ക ആൾക്കാരും ഗസ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഞങ്ങൾ സന്തോഷം പറയാൻ വേണ്ടി പോവാണ്. ഞാൻ പ്രഗ്നൻ്റ് ആണ്, ഏകദേശം 4 മാസമായി. അപ്പോൾ അതിൻ്റെ വയ്യായും ക്ഷീണങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ വീഡിയോസ് എടുക്കാഞ്ഞത്. ലോങ് എടുക്കാൻ പോയിട്ട് നേരെ നിൽക്കാൻ വയ്യാത്തൊരവസ്ഥയും സിറ്റുവേഷൻസ് ഒക്കെ ആയിരുന്നു. അതെ, അപ്പോൾ കിടപ്പൊക്കെ തന്നെയായിരുന്നു. നല്ല വോമിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി. ഭയങ്കര ഞാനൊരു ലോ BP കാരി ആയതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ BP ഒക്കെ കുറഞ്ഞ് റെസ്റ്റിൽ തന്നെയായിരുന്നു. 90-80 ആ ഒരു റേഞ്ചിലൊക്കെയാണ് മിക്കവാറും സുമിയുടെ BP നിൽക്കുക നോർമലി. പിന്നെ ഈ ഒരു സമയമാകുമ്പോൾ ഞങ്ങളോട് BP നോക്കാനുള്ള മെഷീനൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നോക്കും, ചെക്ക് ചെയ്യും. അപ്പോൾ ചിലപ്പോൾ 40-ൻ്റെ താഴെയൊക്കെ പോയിട്ടുണ്ടാകും. പിന്നെ ഉപ്പിട്ട വെള്ളം കൊടുത്ത് ഓക്കെ ആയിക്കൊണ്ടിരും. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ മലാവിഡേറി കാണുന്ന ആൾക്കാർക്ക് പറയാം, അതിനകത്തേക്കൊന്നും സുമി വരാതിരുന്നതും ഇതിനകത്ത് വീഡിയോസ് ഇല്ലാത്തതും. പലപ്പോഴും എനിക്ക് ആൾക്കാർ പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യുന്നുണ്ട്, സുമിയോട് പച്ചക്കറി തോട്ടെങ്കിലും കാണിക്കുന്നത്. അറ്റ്ലീസ്റ്റ് പച്ചക്കറികളൊന്ന്, പക്ഷെ പച്ചക്കറികളൊക്കെ എനിക്ക് കാണിക്കാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ മഴയായിരുന്നു, എനിക്ക് എണീക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഒന്നും കാണിക്കാഞ്ഞത്. ഇപ്പം എണീക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ വന്നപ്പോഴത്തേക്കിനും മഴ പെയ്ത് എൻ്റെ പയറും പോയി, ചിരങ്ങ പോയി, കുമ്പളം പോയി. എനിക്ക് നിങ്ങളെ ശരിക്കും ഒന്ന് കാണിക്കാനൊന്നും പറ്റിയതുമില്ല കേട്ടോ. പക്ഷെ എന്നാലും അരുണേട്ടൻ കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ എടുത്ത് വെച്ചാൽ ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ചെറുതായിട്ട് കാണിച്ചില്ലേ. ഇപ്പോൾ പച്ചപ്പുണ്ട്, പക്ഷെ എന്നാലും കുറേ ചെടികളൊക്കെ പോയി. ഇന്നലെ ഞാൻ എല്ലാവർക്കും കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സന്തോഷം. അങ്ങനെ വലിയൊരു കണ്ടൻ്റ് ആക്കിയിട്ട് പറയണം എന്നൊന്നും ഇല്ല. അങ്ങനെ ഒരു എനിക്കങ്ങനെ വലിയ താല്പര്യമില്ല കേട്ടോ. അങ്ങനെ പ്രഗ്നൻസി മാത്രം കണ്ടൻ്റ് ആക്കിയിട്ട് അങ്ങനെ ഒരു വ്ളോഗ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ അറിയാമല്ലോ, നമ്മുടെ യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലൊക്കെ എല്ലാവരും ഈ പ്രഗ്നൻസി ഭയങ്കര ഒരു കണ്ടന്റ് ആക്കിയിരുന്നത് എല്ലാവരും പ്രതീക്ഷിക്കുന്നവരാണ്. നമ്മളൊക്കെ ഏറ്റവും അടുത്ത ആൾക്കാരൊക്കെ പറയുന്നവരാണ്. ഇപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിൽ ഇടാമല്ലോ പ്രഗ്നൻസീൻ്റെ കണ്ടന്റ് ഒക്കെ, ആശുപത്രിയിൽ പോണതും കഴിക്കുന്നതും അതും ഇതൊക്കെയാണ്. പക്ഷേ നമുക്ക് ഒട്ടുമിക്ക സമയത്തും ക്ഷീണവും വയ്യായിരിക്കും, അപ്പോൾ അതൊന്നും എടുക്കാൻ കഴിയുണ്ടാവില്ല. പിന്നെ അങ്ങനെ വലുതായിട്ട് എൻ്റെ അടുത്ത് പ്രതീക്ഷിക്കരുത് പ്രഗ്നൻസീൻ്റെ കണ്ടന്റ്. ആൾക്കാർ ഏറ്റവും കൂടുതൽ കമന്റ് ചെയ്യുന്നത് ആൾക്കാർ ഓരോ കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ഫോഴ്സ് ചെയ്ത് ചെയ്യുന്നത്. അപ്പം നമ്മുടെ തുടക്കം തന്നെ പറയാം, ഞങ്ങളെ സംബന്ധിച്ചോളം അങ്ങനത്തെ ഒരു കണ്ടന്റ് നിങ്ങളൊന്ന് പ്രതീക്ഷിക്കരുത്. ഇടയ്ക്കൊക്കെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്നതൊക്കെ ചെറുതായിട്ടൊക്കെ കാണിക്കാം കേട്ടോ, എങ്ങനെയാണ്. അപ്ഡേഷൻസ് പറയും. പിന്നെ ആൾക്കാർക്ക് ക്യൂരിയോസിറ്റി ഉണ്ടാവും, വേറൊരു രാജ്യമാണ് അവിടെ എങ്ങനെയാണെന്നുള്ളത്. അതിൻ്റെ ഇൻഫർമേഷൻസ് ഒക്കെ ഞാൻ തരാം, എനിക്ക് അറിയണ കാര്യങ്ങൾ. അല്ലാതെ എനിക്ക് അങ്ങനെ എടുക്കാനറിയില്ല, ഒന്നാമത്തെ അതാണ്. അപ്പോൾ അങ്ങനെ വലിയൊരു കണ്ടന്റ് ആക്കിയിട്ട് ചെയ്യണമെന്നും വിചാരിക്കണില്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങനെ വലിയ താല്പര്യമില്ല. അപ്പോൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ കാണിക്കുക. പിന്നെ എന്ന് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് കൂടെ ഓരോരോ എന്തെങ്കിലും അപ്ഡേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറയാം കേട്ടോ. ശരിക്കും മലാവിഡേറി ലൈഫ് ഓഫ് നീ മുമ്പോട്ട് പോയിക്കുന്നത് സെയിം ആ ഒരു വേയിലായിരിക്കും നമ്മുടെ വീഡിയോസും പോവുക. അതിലേക്ക് വലിയ മാറ്റമൊന്നും ഉണ്ടാകാൻ പോകില്ല എന്നുള്ളതാണ്. അതെ, ഞങ്ങളിപ്പോൾ ആകെ ഉണ്ടായിരുന്നൊരു മാറ്റം എന്ന് പറയുന്നത് ഞങ്ങൾ രണ്ടുപേരും നിൽക്കണേന്ന് ഇപ്പോൾ ഒരാളും കൂടെ വരാൻ പോകുന്നു ഇടയിലേക്ക് എന്നുള്ളതാണ്. നോർമലി എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യം സംഭവിച്ചു, അത്രേ ഉള്ളൂ. അതെ, അത് നോർമലായിട്ട് അങ്ങ് പോട്ടെ എന്ന് വിചാരിച്ച് അങ്ങ് നിൽക്കുകയാണ്. വേറെ ഒന്നും കൊണ്ടല്ല. ഇപ്പം ഇത് പറയുമ്പോൾ തന്നെ എല്ലാവരും വിചാരിക്കുന്നത് സുമി എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല, ഏകദേശം എല്ലാവരും ഒരു 3 മാസം കഴിയുമ്പോൾ പറയുന്നതല്ലേ, പിന്നെ എന്താ 4 മാസം വരെ നീണ്ടെന്നൊക്കെ ചോദിക്കും. അപ്പം അത് അരുണേട്ടൻ പറയട്ടെ എന്തുകൊണ്ടാണെന്നുള്ളത്. കാരണം ഞാൻ പറയാനൊന്നും എനിക്ക് വിഷമമാണ്. അതുകൊണ്ട് ഞാൻ പറയാമല്ലോ, ശരിക്കും പറഞ്ഞാൽ സുമി ഒരു ഞങ്ങൾ ആദ്യം ഒരു പ്രഗ്നൻസി ആയിരുന്നു. സുമി പ്രഗ്നൻ്റ് ആയിരുന്നു ആദ്യം തന്നെ, കുറച്ച് നാൾ മുമ്പ്. ഏകദേശം ഒരു എന്താ പറയുക, ഇത് ഞാനായിട്ട് വരുന്നത് കാര്യം ഇത് പറയുമ്പോൾ തന്നെ സുമിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരും, കരഞ്ഞു പോകും ചില സമയത്ത്. അപ്പോൾ ഞാൻ ഇത് പറയാനുള്ളൊരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, അത് പറയണം ഞങ്ങൾ വിചാരിച്ചതാണ്. അതിനൊരു റീസൺ ഉണ്ട് ഇത് പറയാൻ വേണ്ടിയുള്ള. അപ്പോൾ അതാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്.
അപ്പോൾ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ പ്രഗ്നൻസി ഞങ്ങളൊരു ശരിക്കും പറഞ്ഞാൽ ഫാമിലി പ്ലാനിങ് കൃത്യമായിട്ട് പ്ലാൻ ചെയ്തത് ഒരു 3 വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രം ഫാമിലി പ്ലാനിങ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മളെ സംബന്ധിച്ചോളം കല്യാണം കഴിഞ്ഞു, ഞാൻ പറഞ്ഞു ഞങ്ങളൊരു മലയുടെ മുകളിലായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി സ്ഥലം വാങ്ങി വീട് വെച്ചു, ലോണൊക്കെ എടുത്താണ് വീട് വെച്ചത്. അപ്പോൾ അതിൽ നിന്ന് ഗോൾഡ് ലോണും ഹോം ലോണും ഇങ്ങനെ പല കാര്യങ്ങളും അവിടെ നിന്നൊക്കെ പൈസ റോൾ ചെയ്തൊക്കെയാണ് ഈ കാര്യം ചെയ്തിരുന്നത്. പിന്നെ സാലറി വരുന്ന സാലറി മാറ്റി വെച്ച് ഈ സാലറിയിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് ഓരോ കടങ്ങളും തീർത്ത് ബാക്കി ഒന്നിനും മാറ്റി വെക്കാതെ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളുടെ കടം തീർക്കുക എന്നുള്ള ലക്ഷ്യം മാത്രം ഞങ്ങൾ ഉദ്ദേശിച്ച് മുമ്പോട്ട് പോയി. അതിനുശേഷം മാത്രം നമ്മുടെ ഫാമിലി പ്ലാൻ ചെയ്യുക എന്നുള്ള തീരുമാനത്തിലേക്ക് പോയി. അങ്ങനെ 3 വർഷം കഴിഞ്ഞിട്ടാണ് പ്ലാനിങ് ഉണ്ടായത്. അങ്ങനെ 3 വർഷമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഫിനാൻഷ്യലി ആയതുകൊണ്ട് മാത്രമല്ല നമ്മള് പിന്നെ നമുക്ക് മെന്റലിയും ഫിസിക്കലിയും ഒക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്കൊരു കുഞ്ഞിനെയും കൂടി അഫോർഡ് നമുക്ക് അതിനെ വളർത്താനുള്ള ഒരു ഇതും കൂടെ പ്രാപ്തി ഉണ്ടാവണം. അതിപ്പം പിന്നെ നമുക്ക് പൈസ എന്ന് പറഞ്ഞാൽ സാലറി ഉണ്ടാകൊണ്ട് എല്ലാവരും അങ്ങനെ പലരും ഞങ്ങൾ പേഴ്സണലി പല ഞങ്ങൾ ഫാമിലി പ്ലാനിങ് ഇപ്പോഴും ഇല്ല, ഞങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ പറയുന്നതും പലരും ഞങ്ങൾ ഉപദേശിച്ചാലും അതൊക്കെ അതിൻ്റെ വഴിക്ക് നടന്നോളും എന്നുള്ളതാണ്. തട്ടിമുട്ടിയതൊക്കെ നടന്നോളും എന്നുള്ളതാണ്. തട്ടിമുട്ടി നടക്കണ്ട എന്നുള്ളതാണ് ഞങ്ങളുടെ തീരുമാനം എന്നുള്ളത്. അങ്ങനെയല്ല നടക്കേണ്ടത്. അത് ഒരു ഫാമിലി പ്ലാൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ കൃത്യമായി നമുക്ക് പ്ലാനിങ് ഉണ്ടാവണം. എന്തെല്ലാം ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ പുറകിലുണ്ട്. ഒരു പൈസ കൊണ്ട് മാത്രമല്ല, ഒരു പെൺകുട്ടി അമ്മയാവുക എന്ന് പറയുമ്പോഴത്തേക്ക് അവരെടുക്കേണ്ട എഫേർട്ട് എത്രമാത്രം ഉണ്ടെന്നുള്ളതും അതിൻ്റെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അവർ ആദ്യം ഞങ്ങൾ 2 പേരും ഒന്നിച്ച് ജീവിക്കാൻ പ്രാപ്തരാണോ എന്നുള്ളത് ആദ്യം വരണമല്ലോ. നമ്മൾ 2 പേര് ലൈഫ് ലോങ് ജീവിക്കാൻ പ്രാപ്തരാണോ എന്ന് ആദ്യം ഞങ്ങൾ തമ്മിൽ മനസ്സിലാക്കണം. ആദ്യം അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കടമ്പ. അതിന് ശേഷമാണ് നമ്മളൊരു കുഞ്ഞിനെ കൂടെ ഇതിനിടയിൽ കൊണ്ടുവരേണ്ടത്. അല്ലെങ്കിൽ പലപ്പോഴും എന്താ വെച്ചാൽ ഒരു നമ്മൾ തന്നെ കുറേ ന്യൂസുകളിലാണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ കിട്ടുന്ന ഒരുപാട് ഡിവോഴ്സുകൾ, അതായത് കല്യാണം കഴിഞ്ഞ് 1 വർഷത്തിന് ഡിവോഴ്സ് ആവുന്നു, അപ്പോഴത്തേക്കിനും ഒരു കുട്ടി ഉണ്ടാവാൻ കഴിയില്ല, ആ കുട്ടി പിന്നെ അത് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ പരസ്പരം മനസ്സിലാക്കിയതിന് ശേഷം ഒരു റിയൽ ലൈഫ് എന്താണ്, ഇപ്പോൾ ഒരു ലൈഫ് തുടങ്ങുമ്പോൾ നമ്മൾ ഈ നോർമലി കാണുന്ന പോലെ ആവില്ല. പല പ്രതിസന്ധികളുണ്ടാവും, അതിനൊക്കെ തരണം ചെയ്യാൻ കഴിയണം. ഫിനാൻഷ്യലി നമ്മൾ സ്റ്റേബിൾ ആവണം. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫിസിക്കലി നമ്മളൊരു ഓക്കെ ആവണം. നമ്മൾ മാനസികമായും ആരോഗ്യപരമായിട്ടൊക്കെ നമ്മൾ ഓക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത്, നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത് ചിന്തിക്കേണ്ടതാണ് ഒരു ഫാമിലി എന്നുള്ളത്, നമ്മുടെ ഇടയിലേക്ക് ഒരു കുട്ടി വരിക എന്നുള്ളത്. കാരണം നമ്മളെ പൂർണ്ണമായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാളായിരിക്കും വരിക. അപ്പം നമ്മളെ അമ്മേനെ അച്ഛനെ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നു അതേപോലെ ആയിരിക്കും ഒരാൾ നമുക്കിടയിൽ വന്ന് നമ്മളെ ഡിപ്പെൻഡ് ചെയ്യണത്. അപ്പോൾ നമുക്ക് ആ ഒരു ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് തിരിച്ചു കൊടുക്കാൻ പറ്റണം. കാരണം നമ്മുടെ ലൈഫ്, നമ്മൾ ഈ കുട്ടി ജനിക്കുമ്പോൾ തൊട്ടുള്ള കുട്ടിയുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും. നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മളുടെ ജീവിതവും ഒക്കെ കുട്ടീൻ്റെ ജീവിതത്തെ സാരമായിട്ട് ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല ആക്റ്റീവായിട്ടും അല്ലെങ്കിൽ നമ്മൾ നല്ല സ്റ്റേബിളായിട്ടിരിക്കുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ് ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പം അത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഒരു ഫാമിലി പ്ലാനിങ് കൃത്യമായിട്ടാണ് പ്ലാൻ ചെയ്ത് ഞങ്ങൾ ഓക്കെയാണ്, ഞങ്ങൾ രണ്ടും ഓക്കെയാണ്. ഞങ്ങൾക്ക് ഈ സമയത്ത് ഒരു കുഞ്ഞിനെ ഇവിടെ വേണമെന്ന് ഞങ്ങൾക്ക് ആയ സമയത്ത് ഞങ്ങൾ രണ്ടും കൂടെ തീരുമാനിച്ച സമയത്ത് ഞങ്ങൾ കൊച്ചിന് വേണ്ടി ആ ഒരു സമയത്ത് ഒരു 3 വർഷത്തിന് ശേഷം കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നു, കുഞ്ഞാവുന്നു. ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. നമ്മളെല്ലാവരും വിളിച്ച് പറയും, നമ്മുടെ ഫാമിലി എല്ലാവരും അറിയിക്കുകയും ചെയ്യും. കാരണം നമ്മളെ ഒരു കൃത്യമായ പ്ലാനിങ്ങും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കത് കുഞ്ഞായി സുമി പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞ് വീട്ടിലെല്ലാവരും അറിയിച്ചു, വീട്ടിലെല്ലാവർക്കും സന്തോഷം. പക്ഷേ ആദ്യത്തെ സ്കാനിങ് കഴിഞ്ഞു, ഇതിൻ്റെ ഹാർട്ട് ബീറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു കണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നു. സുമി ഭയങ്കര ഛർദി എന്ന് പറഞ്ഞാൽ നമ്മൾ 2 മാത്രമേ വീട്ടിലുള്ളൂ എന്നുള്ള സമയമാണ്. ആ സമയത്ത് ഒരു ഛർദിയും ഭയങ്കര അവശതയായി നിൽക്കുന്ന സമയത്ത് അനൂപിന് പെട്ടെന്ന് ലിലോങ്ങയിലേക്ക് എന്താ പറയുക മാറ്റം കിട്ടി. അനൂപ് ലിലോങ്ങയ്ക്ക് വന്നു. അപ്പോൾ 5 ഇവിടെ നിൽക്കുന്ന സമയമായി. സുമീൻ്റെ ഛർദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ 2 പേരെ കൊണ്ട് പോലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് സുമി ഭയങ്കരമായ ഛർദി, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, പച്ചവെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത പോലെ ഛർദിയും കാര്യങ്ങളൊക്കെ ആയി. അങ്ങനെ ആവശ്യമായിട്ടാണ് നിന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങളൊരു സെക്കൻഡ് സ്കാനിങ്ങിന് വേണ്ടി പോവാം. 3-ാമത്തെ സ്കാനിങ്ങിന് വേണ്ടി പോകുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ ചെന്നു. അപ്പോൾ ഇവിടെ മലയാളിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്കാൻ ചെയ്യുമ്പോൾ നമ്മളെ ഹസ്ബൻഡിൻ്റെയും ഹസ്ബൻഡിൻ്റെ കൂടെ ആരുണ്ടോ അവർക്ക് ഉള്ളിൽ കയറാം, അവർക്ക് കാണാൻ പറ്റും. അവർ നേരിട്ട് ലൈവായിട്ട് സ്കാനിങ് കാണിക്കും. പക്ഷേ സ്കാനിങ്ങിൻ്റെ മെഷീൻ വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി പെട്ടെന്ന് തന്നെ എന്തോ സംതിങ് റോങ് ആണെന്നല്ല. കാരണം അതിനകത്ത് ഗ്രാഫുകളൊന്നും വരുന്നില്ല, സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നു. ഡോക്ടർ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്യുന്നൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം അതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് 3 മാസം ആകുന്നതിന് മുമ്പ് സുമി ശരിക്കും പറഞ്ഞാൽ ഛർദിയൊക്കെ മാറി പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഓക്കെ ആയി, കുക്കിങ്ങിനും ഒക്കെ ആക്റ്റീവായിട്ട് നിന്ന്. അപ്പോൾ ഞങ്ങൾ എന്ത് പറ്റി, ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കുമെന്ന് ഞങ്ങൾ കരുതി. പക്ഷേ ഹോസ്പിറ്റലിൽ ചെന്ന് സ്കാൻ ചെയ്ത് അപ്പോൾ ഈ ഛർദി പെട്ടെന്ന് മാറിയ സമയത്ത് ഞാൻ എന്താ വെച്ചാൽ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കാൻ തുടങ്ങി. ഇങ്ങനെ സഡൻലി ഛർദി നിന്ന് പോവുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒന്നെങ്കിൽ കുട്ടി സ്റ്റേബിൾ അല്ലായിരിക്കാം, അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റ് ഇല്ലാതെ അങ്ങനത്തെ സീരിയസ് കാര്യങ്ങളെ കൊണ്ടൊക്കെ ഇത് പെട്ടെന്ന് സംഭവിക്കാം എന്നാണ്. അല്ലെങ്കിൽ ഗ്രാജുവലി പതുക്കെ കുറയുക, പെട്ടെന്ന് സുപ്രഭാതത്തിൽ ടപ്പേ നിന്ന് പോകില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ അതിനെ
2-3 ആഴ്ച കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ 3 ആഴ്ച കഴിഞ്ഞിട്ടായിരുന്നു തോന്നുന്നില്ലേ പോയി ചെക്കിന് പോകണേ. ആ സമയത്ത് ഞാൻ എൻ്റെ മനസ്സിൽ എനിക്കൊരു ധാരണയുണ്ട് ഇത് ഇങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നുള്ളതുകൊണ്ട് ഞാൻ അതിനെ എന്താ പറയുക ഹാൻഡിൽ ചെയ്യാൻ തയ്യാറായിട്ടാണ് പോകുന്നത്. സ്കാൻ ചെയ്ത് അപ്പോൾ തന്നെ എനിക്ക് കാര്യം മനസ്സിലായി. പക്ഷേ കുറച്ച് നേരം ഡോക്ടർ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളോട് പറഞ്ഞു വന്നിരിക്കുമെന്ന് പറഞ്ഞു. കൊച്ചിൻ്റെ ഹാർട്ട് ബീറ്റ് കാണുന്നില്ല, ഇങ്ങനെയാണെന്നൊരു കാര്യം പറഞ്ഞു. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചോളം ഭയങ്കര ഷോക്കായിപ്പോയി. ഞാൻ അപ്പോഴും എനിക്കൊരു ചെറിയ പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും സുമീനെ 5-നെ സംബന്ധിച്ചോളം 5 കൂടെ ഉണ്ടായിരുന്നു. അവർക്ക് ഉണ്ടാകും ഭയങ്കര സങ്കടമായിപ്പോയി കേട്ടോ. അപ്പോൾ ഞങ്ങൾ വേറെ ഹോസ്പിറ്റലിലൊക്കെ പോയി ചെക്ക് ചെയ്തൊക്കെ നോക്കി. പക്ഷേ അങ്ങനെ ആ കൊച്ചിന് ഹാർട്ട് ബീറ്റ് ഇല്ലയെന്ന് മനസ്സിലായി. അങ്ങനെ അത് DNC ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ DNC ചെയ്യേണ്ട ആവശ്യമില്ല, ടാബ്ലറ്റ് കഴിച്ചാൽ മതി എന്ന് അങ്ങനെ ടാബ്ലറ്റ് കഴിച്ചത് അങ്ങനെ പോയി. ആ സമയത്താണ് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ആളുകൾ നമ്മളോട് വന്ന് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻസിനെ കുറിച്ച് പറഞ്ഞത്. പല ആൾക്കാരും നേരിട്ട് 1, 2, 3 പ്രാവശ്യമൊക്കെ ഇതുപോലെ നേരിട്ട പല സിറ്റുവേഷനെ കുറിച്ച് ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുവരെ എനിക്കറിയില്ലായിരുന്നു കേട്ടോ. അത് എനിക്കും അറിയില്ല ഇങ്ങനെ സംഭവിക്കും നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത കാര്യങ്ങളാണ്. പക്ഷേ യൂട്യൂബിൽ വീഡിയോയിലൊക്കെ നമുക്ക് കാണുന്നുണ്ടെങ്കിലും പക്ഷേ ആളുകൾ നമ്മളെ നേരിട്ട് വന്നും വിളിച്ചുമൊക്കെ ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് നമുക്ക് നേരിട്ടറിയുന്ന ആൾക്കാർക്ക് പോലും ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് തന്നെ. നമ്മൾ ഇവർക്ക് ഇങ്ങനെ സംഭവിച്ചോ എന്ന് നമ്മൾ ചിന്തിക്കുന്നത് അപ്പോഴാണ്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇത് കൃത്യമായിട്ട് ഈ വീഡിയോയിൽ കൂടെ പറയണമെന്ന് ഞാൻ വിചാരിക്കാനുള്ള കാരണം ശരിക്കും പറഞ്ഞാൽ. അപ്പം ഈ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി വളരെ ഞങ്ങൾ തകർന്നു പോയി എന്ന് പറഞ്ഞാൽ തകർന്നു പോയി. നമ്മൾ എന്താ ആ ഒരു വിഷമം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. അതെ, എൻ്റെ വീഡിയോ കുറേ കാണുന്ന ആൾക്കാർക്ക് അറിയാം. കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഇതേപോലെ ഞാൻ കുറച്ച് വീഡിയോസ് ഇടാതിരുന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അന്ന് പറയാത്ത എന്താണെന്ന് വെച്ചാൽ കുറേ പേര് കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വീഡിയോസ് കാണുമ്പോൾ കുറേ പോസിറ്റീവ് വൈബാണെന്നൊക്കെ, അതായത് ഒരു മനസ്സിന് സമാധാനം കിട്ടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തിനാണ് ഈ ഒരു സങ്കടമുള്ള കാര്യം പറയുന്നത്, നിങ്ങളെയും കൂടെ വിഷമിപ്പിക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടാണ് ഞാൻ അന്ന് പറയാഞ്ഞത്. മനഃപൂർവ്വം പറയാഞ്ഞതാണ്. പിന്നെ നമുക്ക് പറഞ്ഞിട്ടും പിന്നെ അത് ഒന്നുമില്ലല്ലോ, പിന്നെ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ലല്ലോ, കഴിഞ്ഞു. പിന്നെ അതിനെക്കുറിച്ച് ഓർക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മളെ ഒരു നമുക്ക് ഓർക്കാതിരിക്കാനൊന്നും പറ്റില്ല. പക്ഷെ നമ്മളെ സിറ്റുവേഷൻ അങ്ങനെ നമുക്ക് ഓർമ്മയിൽ അത് വന്നിരിക്കും എപ്പോഴും. അപ്പം ഇതിൽ ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം ഈ ഒരു ഇത്രയും ഇൻസിഡൻറ്റിൽ ഞാൻ പറയാനുള്ള കാര്യം പല സാഹചര്യങ്ങൾ കൊണ്ടും പല മനുഷ്യർക്കും ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ 1, 2, 3, 4, 5 ഒക്കെ പല പല കാര്യങ്ങൾ കൊണ്ട് ഇത് ആവാത്ത ആൾക്കാരുണ്ടാവും. അപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയിൽ കമൻറ്റ് പോയി നിങ്ങൾ ഇങ്ങനെ കളിച്ച് നടന്നാൽ മതി, 2 പേർക്കും ഒരു കുട്ടി വേണ്ടേ, നിങ്ങളിങ്ങനെ ചിന്തിക്കേണ്ടേ, അങ്ങനെ ഈ ഗ്രാമത്തിൽ കൂടെ ഒക്കെ ഇവർക്ക് എന്ത് ചെയ്ത് നടന്നാൽ മതിയോന്ന് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ വീഡിയോസ് ഒക്കെ എടുത്ത് തുള്ളി കളിച്ച് നടന്നാൽ മതിയോ, നിങ്ങൾക്ക് കുട്ടികളൊന്നും വേണ്ടേ, എല്ലാ കല്യാണം കഴിഞ്ഞാൽ എല്ലാവർക്കും കുട്ടികളായല്ലോ, അതിന് പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് കമൻറ്റ്. അപ്പോൾ അല്ലെങ്കിൽ പലരും അതിനെ ഓപ്പോസിറ്റ്സ് ഒക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറയില്ലേ നമുക്ക് ഇങ്ങനെ ഒരു വട്ടം ഇങ്ങനെ സംഭവം ഉണ്ടായി. കഴിഞ്ഞ 3 വർഷം ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പ്ലാൻ ചെയ്തില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല. 3 വർഷത്തിൽ ഞങ്ങൾക്ക് ഫിസിക്കലി ഒരു കുഴപ്പമില്ലാത്ത ആൾക്കാരാണ്. ഞങ്ങൾ ഇതിനെപ്പറ്റി ചിന്തിക്കുകയും ചെയ്തിട്ടില്ല. കാരണം ഞങ്ങൾക്ക് 2 പേർക്കും ഒരുമിച്ച് നിന്ന് ലൈഫ് മെച്ചപ്പെടുത്തുക എന്നുള്ളൊരു കാഴ്ചപ്പാട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളുടെ സ്വപ്നങ്ങൾക്കൊപ്പം ഞങ്ങൾ വളരുക എന്നുള്ളത് ഞങ്ങൾ ആ ഒരു കാര്യം കൃത്യമായി പ്ലാൻ ചെയ്തു. ആ സമയത്തായി പിന്നെ അത് ഇങ്ങനെ സംഭവിച്ചു. അപ്പോൾ ഇങ്ങനെ പല ആൾക്കാർക്കും ഇത് സംഭവിക്കാറുണ്ട്. പല ആൾക്കാരും ചിലപ്പോൾ ഫാമിലി പ്ലാൻ ചെയ്തപ്പോൾ 5 വർഷം കഴിഞ്ഞ് പ്ലാൻ ചെയ്യാൻ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ ഒരു 23 വയസ്സിൽ കല്യാണം കഴിഞ്ഞ ആൾക്കാർ ചിലപ്പോൾ ഓക്കെ ഞങ്ങൾക്കൊരു 4 വർഷം കഴിഞ്ഞ് മതി, അല്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞ് മതി എന്ന് വിചാരിക്കുന്നതൊക്കെ അവരതിന് വിടുക. അല്ലാതെ നമ്മൾ അവർ പോകുന്ന സ്ഥലത്ത് കല്യാണത്തിന് പോകുമ്പോൾ അവിടെ പറയുക, അല്ലെ 4 ആൾ കൂടുന്ന സമയത്തൊക്കെ വിളിച്ചിട്ട് അവരെ ഉപദേശിക്കുക, നിങ്ങൾക്ക് കുട്ടികൾക്ക് വേണ്ടി ഇങ്ങനെ നടന്നാൽ മതിയോ. ചില ആൾക്കാരെ സംബന്ധിച്ചോളം ഇതിനു വേണ്ടി ശ്രമിച്ചും മരുന്ന് കഴിക്കുന്ന ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ ഇതായിട്ട് പിന്നെയും ഈ എന്താ പറയുക അബോഷനായി പോവുകയും അഡ്മിറ്റ് ഇല്ലാതെ ഇങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് സംബന്ധിച്ച ആൾക്കാരുണ്ടാവും. അവരൊക്കെ മാനസിക അവസ്ഥ എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ ആളുകൾ ഇതൊക്കെ ആൾക്കാർ പറയും. ഞങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യം ഞങ്ങൾ പറയാതിരുന്ന നിങ്ങൾ ആരും അറിയാൻ പോണില്ല. ഞങ്ങളിത് പറഞ്ഞതിൻ്റെ കാരണം വെച്ചാൽ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്, ഇത് ചിലപ്പോൾ ആരോടും പറയത്തില്ല. അപ്പം നമ്മൾ മറ്റുള്ള കല്യാണം കഴിഞ്ഞ ആൾക്കാരോട് ഇങ്ങനെ കുട്ടികളായില്ലേ, നിങ്ങൾക്ക് കുട്ടികൾ വേണ്ട അങ്ങനെ ചോദിക്കാതിരിക്കും. അതിന് വേണ്ടിയാണ് ഇപ്പോൾ ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞത്. ഞാൻ ഒരിക്കലും ഞങ്ങളുടെ ഫസ്റ്റത്തത് ഞാൻ ഇവിടെ പറയണമെന്ന് വിചാരിച്ചേ അല്ല. ഒരു എന്താ പറയുക എക്സ്പ്ലനേഷൻ അല്ല, ഇങ്ങനെ ഒരു പ്രഗ്നൻസിനെ കുറിച്ചുള്ള വിശദമായ ഒരു വീഡിയോ ഇത് ഞങ്ങളുടെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കും. ആദ്യത്തെ അവസാനത്തെ വീഡിയോ ആണ് ഇങ്ങനെ ഞങ്ങൾ പറയാനുള്ള ഒരു വീഡിയോ എന്ന് പറയുന്നത്. കാരണം അത് നമുക്ക് ഇങ്ങനെ ഒരു അവയർനെസ് തരാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ചുറ്റുപാടും കുറേ ആളുകളുണ്ടാവും നമുക്കറിയാത്ത, നമ്മുടെ നമ്മൾ എത്രയോ ബന്ധമുണ്ട്. ഞങ്ങളെ പേഴ്സണൽ അറിയുന്ന ആൾക്കാർ കുറേ ആൾക്കാരുണ്ടാവില്ല, ഞങ്ങളുടെ കുടുംബത്തിലുള്ള ആൾക്കാർ വരെ ഉണ്ടാവും. പക്ഷേ ഞങ്ങൾക്ക് ആദ്യം ഇങ്ങനെ ഒരു അബോർഷൻ ഉണ്ടായി അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിച്ചു എന്നുള്ള അറിയാത്ത ആൾക്കാരായിരിക്കും മിക്കവാറും ആൾക്കാർ. പല ആൾക്കാരോട് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞു. ഇപ്പോൾ ചില ആൾക്കാർ ഞങ്ങൾ ഇടയ്ക്ക് ഇപ്പോൾ വിളിക്കാറുണ്ട്, നാട്ടിലേക്ക് വന്നോ, എന്നാണ് ഡെലിവറി എന്നാന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ആ സമയത്തായിരിക്കും ഞങ്ങൾ അവരോട് പറയാം അന്നത്തത് പോയി 5 വർഷം 2ാമത് പ്രഗ്നൻ്റ് ആയിരിക്കുന്നു ഇപ്പോഴേക്കും പറയണ്ട. കാരണം നമുക്കതിനെക്കുറിച്ച് ഓർക്കാനോ അത് പറയാനോ ഉള്ളൊരു സാഹചര്യം ആയിരിക്കില്ല. ചിലപ്പോൾ അത് പറയാൻ ആരും താല്പര്യപ്പെടാറില്ല. അവനവൻ്റെ അവസ്ഥ എന്താണെന്നുള്ള ആരോടും പറയില്ല. അപ്പം അത് മനസ്സിലാക്കി അവരോട് ചോദിക്കാതിരിക്കുക എന്നുള്ള സാമാന്യ മര്യാദ നമ്മൾ കാണിക്കേണ്ടതുണ്ട്.
അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചോളം ഇതൊരു നമുക്കൊരു പ്ലാറ്റ്ഫോമാണ്. ലോകത്തോട് ഇത്രയും ലക്ഷങ്ങളൊന്നും ഇല്ലെങ്കിലും കാണുന്ന 10-30 ആൾക്കാരോട് പറഞ്ഞു തരാനുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് വീട്ടിലെ വയസ്സായ അമ്മമാരുണ്ടാവും, അച്ഛൻ, അവരോടൊക്കെ പറഞ്ഞു കൊടുക്കുക. ഇതൊക്കെ പല കാരണങ്ങൾ കൊണ്ട് ആൾക്കാർക്ക് ഇങ്ങനെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് മനസ്സിലാക്കി അവരോട് ചോദിക്കാതിരിക്കുക എന്നുള്ള ഒറ്റ ഒരു കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ ഇത്രയും വിശദമായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രണ്ടാമത് സുമി ഒരു 3-4 മാസത്തിന് ശേഷം പ്രഗ്നൻ്റായി, കുട്ടിയും ആരോഗ്യമായിട്ടിരിക്കുന്നു. ഒരു 4 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ വീഡിയോയിൽ വന്ന് നിങ്ങളോട് ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് പുതിയൊരു മെമ്പർ വരുന്നു. സുമി നാട്ടിലേക്ക് പോവും എന്തായാലും. ഏകദേശം 1 മാസം കൂടി ഞാൻ മലാവിലുണ്ടാവും. ടിക്കറ്റൊക്കെ എടുത്ത് നാട്ടിലേക്ക് പോകാനുള്ള. അപ്പോൾ 1 മാസം കൂടെ കഴിഞ്ഞാൽ സുമി നാട്ടിലേക്ക് പോകും. പിന്നെ കൊച്ചിന് 1 വയസ്സൊക്കെ ആയിട്ട് തിരിച്ചു വരുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ഇനിയിപ്പം മലാവി ഡയറിയിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സുമി ഞാൻ പറഞ്ഞിട്ടുണ്ട് നാട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മലാവി ഡയറിയിൽ വീഡിയോ ഒക്കെ മലാവി ഡയറിയിൽ വിടാൻ പറഞ്ഞിട്ടുണ്ട്. ലൈഫ് ഓഫ് സുമിയിൽ എന്തായാലും എല്ലാ ദിവസവും വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ അതിനകത്തൂടെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ കൂടുതൽ ഇതിനകത്ത് ചോദിച്ച് ബുദ്ധിമുട്ടിക്കുക. ഈ ഒരു വീഡിയോ പറയാനുള്ള കാരണം വെച്ചാൽ എന്തായി അതാണ് അതിൻ്റെ വീഡിയോ ഇതിൻ്റെ വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിങ്ങൾ ഇതിന് വേണ്ടി മാത്രം വീഡിയോ സജസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങൾക്ക് ചോദിക്കാം. മലാവി ഡയറിൻ്റെ കാര്യങ്ങളോ പ്രവർത്തനങ്ങളോ പ്രഗ്നൻസിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കും. ഇങ്ങനെ ഇത് മാത്രമായിട്ട് വീഡിയോ ഇടാൻ ഒന്നാമത് അറിയാത്തതുകൊണ്ടാണ് അങ്ങനെ കണ്ടന്റ് ആക്കി അറിയാമല്ലോ. പിന്നെ അതിനോടൊരു താല്പര്യം ഇല്ല സത്യം പറഞ്ഞാൽ. ഒരു നമുക്കുണ്ടാകുന്ന ഒരു കുഞ്ഞിനെ വെച്ചിട്ട് അത് കണ്ടുണ്ടാക്കുക എന്നുള്ളത്. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണിക്കാണ്ട് ദൈവം സഹായിച്ച ആരോഗ്യത്തോടെ ഒരു കുഞ്ഞുണ്ടാവട്ടെ. അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മളെ കൂടെ തന്നെ ഉണ്ടാവുമല്ലോ ആള്. അപ്പോൾ അതുവരേക്കും അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ഡെയിലി വ്ലോഗ്സിൽ പറയും. പിന്നെ ഡെയിലി വ്ലോഗ്സ് ഞാൻ എന്നും എടുക്കൂട്ടെ. എന്നും എടുക്കും എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും ഓരോ മോഡലിലാണ്. ചിലപ്പോൾ നല്ല ഇതിലായിരിക്കും ഇരിക്കുക, ചിലപ്പോൾ ഭയങ്കര ക്ഷീണം വയ്യായിരിക്കും. പിന്നെ അപ്പോൾ അതുപോലെ വേറെ ഇപ്പോൾ വയ്യാൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം കൂടെ പറയാനുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഈ 3 മാസക്കാലം ഞാൻ സുമീൻ്റെ കൂടെ ഞാൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഓരോ ആളുകളെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. ഒറ്റയ്ക്കുള്ള ആളുകൾ എന്ത് ചെയ്യുന്നുള്ളത്. അവർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയില്ല, ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്കാണെങ്കിൽ കൂടി ഞാനാ ഭക്ഷണം ഉണ്ടാക്കുക. അപ്പോൾ ഇവിടെ അപ്പുറത്ത് ഞങ്ങളെ മാനേജർ ഹൗസ് ഉണ്ട്, അവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണം സുമിക്ക് പറ്റില്ല. ഇവിടെ കുക്ക് ഉണ്ടാക്കുന്ന ഭക്ഷണം ഒന്നും തന്നെ പറ്റില്ല. അപ്പോൾ ഞാൻ ഓരോ ഭക്ഷണം ഞാൻ ഉണ്ടായിക്കൊണ്ടിരും. ആ സമയത്ത് ഭക്ഷണം ഉണ്ടായിക്കൊണ്ടിരുമ്പോൾ അത് കഴിക്കാൻ പറ്റില്ല. അതിനകത്ത് എന്തെങ്കിലും മസാല കൂടിപ്പോയാൽ കഴിക്കാൻ പറ്റില്ല, സ്മെല്ല് പറ്റില്ല. എനിക്ക് ചിലപ്പോൾ സ്മെല്ല് പോലും കിട്ടണ്ടാവില്ല, പക്ഷേ സുമിക്ക് പറ്റില്ല. അപ്പോൾ നമുക്ക് സംബന്ധിച്ചോളം നമുക്ക് തന്നെ ദേഷ്യം വരുന്നത് എന്താണിത് ഇങ്ങനെയൊക്കെ തോന്നി ചിലപ്പോൾ. പക്ഷേ അവരനുഭവിക്കുന്നൊരു അവസ്ഥ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു അവസ്ഥയായിട്ടത്. പ്രസവവേദന ഒന്നും അല്ല എന്നുള്ളത് ആദ്യത്തെ പ്രഗ്നൻസിയിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. പ്രസവവേദന എന്നുള്ള ആ ഒരു ദിവസത്തെ ഒരു വേദനയല്ലേ. പക്ഷെ അതിന് മുമ്പുള്ള ഈ 3 മാസത്തെ ഫസ്റ്റ് ട്രൈമസ്റ്റർ പീരീഡ് എന്ന് പറയുന്ന സമയമുണ്ടല്ലോ, അത് ചില മനുഷ്യരെ സംബന്ധിച്ചോളം അവരെ ജീവൻ പോണ അവസ്ഥയാണ് ശരിക്കും. അതെ, നമുക്ക് ഓർക്കാൻ പോലും ആഗ്രഹിക്കാത്ത കുറച്ച് ദിവസങ്ങളാണ് ഈ ഒരു 3 മാസം. ഞാൻ ആദ്യത്തെ ഞങ്ങളെ പ്രഗ്നൻസി സമയത്തുള്ള 3 മാസം സുമി ഛർദ്ദിച്ച് ചോരയാണോ വരുന്നത് വേറെന്താണോ ഛർദ്ദിച്ച് വരുന്നത് എനിക്കറിയില്ല. എന്ത് ചെയ്യാൻ അത് പറ്റുമെന്ന് അറിയില്ല. നമ്മുടെ നാട്ടിലെ ഡോക്ടേഴ്സിനെ വിളിച്ച് ചോദിക്കുന്നു, ഇവിടെ ഡോക്ടേഴ്സിനെ വിളിച്ച് ചോദിക്കുന്നു, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. എന്ത് കഴിപ്പിക്കും? ഞാൻ ചീത്ത പറഞ്ഞാൽ കഴിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്, ഒരു കാര്യമില്ല. എന്തെങ്കിലും ഒരു തുള്ളി കഴിച്ചാൽ അതിൻ്റെ അംശം പോലും വയറ്റുന്ന് പോരുന്ന പോലെ ഛർദ്ദിച്ച് അയാളുടെ ഈ കാലുവേദന, നെഞ്ചുവേദന, ഗ്യാസ് കയറൽ, ഇങ്ങനത്തെ പല പ്രശ്നങ്ങളും ആദ്യത്തെ. രണ്ടാമത് വന്നപ്പോഴും എനിക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടായിരുന്നു. ആദ്യത്തെ കഴിഞ്ഞപ്പോൾ രണ്ടാമത് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളത്. ആ രണ്ടാമത്തേലായപ്പോൾ സംബന്ധിച്ച് എനിക്ക് കൃത്യമായ പ്ലാനിങ് ഉണ്ടായിരുന്നു. ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടാവും, അപ്പോൾ ഇന്ന ഭക്ഷണമായിരിക്കും ഉണ്ടാക്കാൻ പറ്റുക, മസാലകൾ പറ്റില്ല. അപ്പോൾ ഞാൻ ഏകദേശം എൻ്റെ മാക്സിമം ഞാൻ നോക്കിയിട്ടുണ്ടല്ലേ. പിന്നെ അരുണേട്ടൻ കൂടെ ഇല്ലാന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒന്നും തിന്നാൻ പോലും പറ്റാത്തൊരവസ്ഥയായി, പിന്നെ ഒന്നും അല്ലാത്തൊരവസ്ഥയായി പോയേനെ. അത്രയ്ക്കും ഒന്നും പറയാൻ വാക്കുകളില്ല. എന്താ അറിയോ, നമ്മൾ ആ ഒരു സിറ്റുവേഷൻ കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട് കേട്ടോ. നമ്മൾ ഭർത്താക്കന്മാർ അല്ലെങ്കിൽ നമ്മളെ ആങ്ങളമാരാണെങ്കിലും ചേട്ടന്മാരാണെങ്കിലും ഒക്കെ നമ്മളോടൊരു മനസ്സിലാക്കി ഇവരെന്തിനാ ഇങ്ങനെ ആക്കുന്ന. ചിലർക്ക് ദേഷ്യം വരും. എനിക്ക് പോലും ദേഷ്യം വന്നിട്ടുണ്ട്. കാരണം നമ്മൾ കഷ്ടപ്പെട്ട് രാവിലെ എണീച്ച് ഉണ്ടാക്കി ടേബിളിൽ കൊണ്ടുവന്ന സമയത്ത് ഇത് കഴിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ, കഴിക്കൂല എന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ വേറെ എന്ത് ഞാൻ ഉണ്ടാക്കും, ഞാൻ തന്നെ ചോദിക്കുകയാണ് എന്ത് ഉണ്ടാക്കും. അപ്പോൾ ഇവർക്ക് പറയാൻ പറ്റത്തില്ല, എന്ത് കാര്യം കഴിക്കുന്നു പറയാൻ പറ്റില്ല. നമുക്ക് ഒരു സാധനം ഉണ്ടാക്കി അത് കഴിച്ചോണമെന്ന് ഒരു നിർബന്ധമില്ല, നിർബന്ധിച്ച് കഴിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു നിമിഷമാണ് ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് പ്രഗ്നൻസിയിലെ ഫസ്റ്റ് ആ ഒരു ട്രൈമസ്റ്റർ പീരീഡ് എന്ന് പറയുന്നത്. ആ ഒരു പീരീഡിനെ അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ടൈം എടുത്ത് ആരോഗ്യമുള്ള സമയത്ത് മെൻ്റലിയും ഫിസിക്കലിയൊക്കെ നമ്മൾ ഓക്കെ ആവുന്ന സമയത്ത് വേണം ഒരു പ്രഗ്നൻസി പ്ലാൻ ചെയ്യാൻ പറയുന്നത്. കാരണം ആ ഒരു സമയം ചില ആൾക്കാർക്ക് അറിയുമല്ലോ, അവർക്ക് പ്രശ്നങ്ങളേ ഉണ്ടാവില്ല. എൻ്റെ പല കസിൻസിനും ഒരു പ്രശ്നമില്ലാത്ത ആൾക്കാരുണ്ട്. പക്ഷേ ചിലരെ സംബന്ധിച്ചോളം, ചിലരെ എന്നല്ല സുമീനെ സംബന്ധിച്ചോളം ഞാൻ പറഞ്ഞല്ലോ, സുമിക്കത് താങ്ങാവുന്നതിലപ്പുറമുള്ളൊരവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ.
അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മളിങ്ങനെ കൂടെ ചേർത്ത് പിടിച്ച് നിർത്തുക എന്നുള്ളതാണ് ആ സമയത്ത്. പറ്റാവുന്നത് എന്താണോ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുക, ആ ഒരു 3 മാസമേ ഉള്ളൂ. ആ 3 മാസം നമ്മൾ അവരെ ചേർത്ത് പിടിച്ച് അവർക്ക് വേണ്ടി എല്ലാ നാളും നമുക്ക് വേണ്ട ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം ഉണ്ടാക്കി തരുന്നില്ലേ. ആ ഒരു 3 മാസം അവർക്ക് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ സമയവും നമ്മുടെ 3 വർഷം പോലെ ഇരിക്കുക 3 മാസം പോവുക. പക്ഷേ ആ 3 മാസം നമ്മൾ ഇവർക്ക് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക, നമ്മുടെ കുഞ്ഞിന് വേണ്ടിയൊക്കെ നമ്മളെക്കൊണ്ട് പറ്റാവുന്ന എല്ലാം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതും കൂടെ ഇതിനകത്തൂടെ പറയുകയാണ്. ഇതൊക്കെ അനുഭവിച്ച് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞങ്ങൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി നമ്മൾ 1-2 പേര് ഇതൊന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ മനസ്സിലാക്കിക്കോട്ടെ. 1-2 ആളുകൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റും. ചിലപ്പോൾ ചില ഭർത്താക്കന്മാർക്ക് എൻ്റെ ചേച്ചിക്ക് ഇങ്ങനെ ഇല്ലല്ലോ, എനിക്ക് എൻ്റെ നാത്തുമാരെല്ലാം എൻ്റെ പെങ്ങന്മാരൊക്കെ ഉണ്ട്, അവർ നിന്നെ പോലെ തന്നെയാണ്, അവരും 10 പെറ്റതാണ് 5 പെറ്റതാണെന്ന് പറഞ്ഞ് അതൊരു പ്രത്യേക ഡയലോഗാണ്. ഞങ്ങളൊരു 10 പെറ്റതാണ്, ഞങ്ങൾക്കില്ലാത്ത പ്രശ്നമാണോ നിനക്ക് എന്ന് ചോദിക്കുന്ന കുറേ ചോദ്യങ്ങളുണ്ട്. ഓരോ മനുഷ്യ ശരീരവും ഡിഫറൻ്റ് ആണ്. അതെനിക്ക് പറയാം. നമ്മുടെ പണ്ടത്തെ കാലഘട്ടം പോലെയല്ല, നമ്മുടെ അമ്മമാരുടെ കാലഘട്ടമല്ല ഇന്നത്തെ കാലഘട്ടം. അന്നത്തെ അമ്മമാരെന്നാണ് അരി ഇടിച്ചും പുല്ലരിയാൻ പോയും നടന്നും ഒക്കെ. അവരുടെ ശരീരമൊക്കെ ഫ്ലെക്സിബിളാണ്, അവരുടെ ശരീരം എന്തിനും തയ്യാറായിട്ട് നിന്ന ശരീരമാണ്. അവർക്കാണെങ്കിൽ ഇമ്മ്യൂണിറ്റി പവർ കൂടുതലായിരിക്കും. ഇന്നത്തെ തലമുറ ആൾക്കാർ അങ്ങനെയൊന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ അവരിപ്പോൾ നമുക്ക് അരക്കേണ്ട ആവശ്യമില്ല, മിക്സി ഉണ്ട്, ഇടിക്കേണ്ട ആവശ്യമില്ല, പൊടിപ്പിച്ച പൊടി കിട്ടും, എല്ലാം കിട്ടും. പക്ഷെ പണ്ട് അങ്ങനെയല്ല. ആ കാലഘട്ടത്തെ ജീവിതവും ഇന്നത്തെ ന്യൂജൻ ജീവിതവുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യരുത്. നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എന്തായാലും നമ്മൾ ഇവരെ ടോർച്ചർ ചെയ്യുന്ന അവസ്ഥയായിരിക്കും. അത് ശരിക്കും പറഞ്ഞാൽ ആത്മഹത്യാപരമെന്ന് പറയാവില്ലേ അവരെ സംബന്ധിച്ചുള്ള ആ ഒരു സമയത്ത്. നമ്മളെത്ര പലരും പറഞ്ഞിട്ടുള്ളതാണ്, ഞങ്ങളൊക്കെ ഇത് ഒരുപാട് അനുഭവിച്ചാണ്, ഞങ്ങൾ ഈ സമയത്ത് പുല്ലരിയാൻ പോകണം, അല്ലെങ്കിൽ പല സിറ്റുവേഷൻ നമ്മളോട് ആൾക്കാർ ഉപദേശപൂർവ്വം പറഞ്ഞു തന്ന കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ആ ഉപദേശപൂർവ്വം പറഞ്ഞ ആൾക്കാരോട് കൂടി ഞങ്ങൾ പറയുകയാണ്, ആ കാലഘട്ടമല്ല ഇന്നത്തേത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ കൂട്ടത്തിൽ ജീവിക്കുന്ന കുട്ടികളും അങ്ങനെയല്ല. ഇന്ന് അവർ ഇപ്പോൾ സുമീനെക്കാട്ടിലും പരിതാപകരമായിരിക്കും ചിലപ്പം ഈ വരുന്ന ന്യൂജൻ പിള്ളേർ, ഇന്നത്തെ പിള്ളേർ എന്ന് പറഞ്ഞാൽ അതിലും പരിതാപമായിരിക്കും. അവരെ സംബന്ധിച്ചോളം ഇങ്ങനത്തെ ഒരു കാര്യവും സഹിക്കാൻ പറ്റാത്ത ആൾക്കാരായിരിക്കും ചിലപ്പോൾ. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി സിറ്റുവേഷനെ മനസ്സിലാക്കുക. കഴിഞ്ഞ കാലഘട്ടത്തെയോ സുമീനെ വെച്ച് വരുന്ന അടുത്ത ആളെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. എൻ്റെ ചേച്ചീൻ്റെ ലൈഫ് വെച്ചിട്ട് സുമീനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല, എൻ്റെ അമ്മേനെ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല. സുമീനെ അമ്മേനെ സംബന്ധിച്ചിട്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ അങ്ങനെ പല ആൾക്കാർക്കും പ്രശ്നങ്ങളില്ലാത്ത ആൾക്കാരുണ്ട്, അപ്പോൾ പ്രശ്നമുള്ള ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ എല്ലാ ആൾക്കാരും ഡിഫറെൻറ്റ്, ഓരോ മനുഷ്യരും ഡിഫറെൻ്റാണ്. അവർക്ക് ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും ഓരോ സിംറ്റംസ് ഒക്കെ ഉണ്ടാവുക. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ അവസരത്തിൽ മനസ്സിലാക്കി വെക്കുക, നമുക്ക് അവരെ മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ കൂടെ നിൽക്കുന്ന നമ്മുടെ എന്താ പറയുക നമ്മുടെ ഇണയനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, പിന്നെ നമുക്ക് ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. നമുക്കേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കാതെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൽ എന്താ പറയുക അർത്ഥമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു വലിയ കഥ തന്നെ പറഞ്ഞു തീർത്തെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇനി കൂടുതൽ വലിച്ചു കിട്ടി ഞാൻ ആക്കുന്നില്ല, സുമിക്കാനെ കൊടുക്കാം. ശരിക്കും ലൈഫ് ഓഫ് സുമിന് ഞാൻ കഥ പറഞ്ഞത് ആദ്യമായിട്ടിരിക്കില്ല, ഇത്രയും വലിയ കഥ പറഞ്ഞത്. കഥയല്ല, ഞങ്ങളുടെ എക്സ്പീരിയൻസ് ഇത് പറയണം എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു ഇതിനെക്കുറിച്ച് ഇത്രയും വ്യക്തമായിട്ട് പറഞ്ഞു തീർത്തത്. ഇനി ഒരു കഥ പറയാൻ ഞാൻ എന്തായാലും വരില്ല ഇങ്ങനെ. അല്ല, ഇങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ പ്രഗ്നൻസീനെ പറ്റി പറഞ്ഞ് ഒരു വലിയ ലോങ് വീഡിയോ ഒന്നും ഇടില്ല. ചിലപ്പോൾ നമ്മുടെ ഡെയിലി വ്ളോഗ്സിൽ കുഞ്ഞു അപ്ഡേഷൻ, കാരണം അറിയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാകും. അപ്പോൾ ഓരോ അപ്ഡേഷൻസ് പറയാന്നല്ലാതെ ഇതുപോലെ അറിവുകൾ നമ്മൾ നേരിടുന്ന പ്രതിസന്ധികളോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സുമി തീർച്ചയായിട്ടും വീഡിയോയിൽ അതെ ഞാൻ പറയും. പിന്നെ ഇപ്പോൾ കുറേ പേർക്ക് അറിയാൻ ആഗ്രഹിക്കുന്നത് ഇവിടുത്തെ ഹോസ്പിറ്റൽ എങ്ങനെയാണ്, പ്രഗ്നൻസിക്ക് ആയാലും ഇവിടുത്തെ ഫെസിലിറ്റീസ് എങ്ങനെയാണ്, അതൊക്കെ ഞങ്ങൾ വേണമെങ്കിൽ ഹോസ്പിറ്റലിൽ പോണ സമയത്ത് എടുക്കാൻ പറ്റും. അവിടെ ചെന്ന് വീഡിയോ എടുക്കാൻ പറ്റും, ഇല്ല എന്നല്ല. പക്ഷെ നമ്മളെ ക്ഷീണത്തിലാണോ ഏത് അവസ്ഥയിലാണ് പോകണമെന്ന് പറയാൻ പറ്റില്ല, ഓരോ ദിവസം ഓരോ കണ്ടീഷനല്ലേ. അതുകൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ അതായത് അറിയേണ്ട അറിവുകളൊക്കെ ഞാൻ പറയേണ്ട പറ്റുമ്പോൾ. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൻ്റെ കാര്യം പറഞ്ഞാൽ വെച്ചാൽ ഹസ്ബൻഡിന് കൂടെ കയറാം, അല്ലെങ്കിൽ വേറെ ആരാ കൂടെ ഉള്ള വെച്ചാൽ അവർക്ക് കൂടെ കയറാം. സ്കാനിങ് ചെയ്യുമ്പോൾ ഡോക്ടർ തന്നെയാണ് സ്കാൻ ചെയ്യുക. പിന്നെ നമുക്ക് കുഞ്ഞിനെ കാണിച്ചു തരും, അത് നമുക്ക് വീഡിയോ എടുക്കാം, ഫോട്ടോ എടുക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇവിടെ അങ്ങനെ പ്രശ്നം, ഞങ്ങൾ പോയ ഹോസ്പിറ്റലിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം ഞങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ മുതലേ ഞങ്ങളെ കുഞ്ഞിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ സമയത്ത് പോകുമ്പോഴും നമുക്ക് കുഞ്ഞിനെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഓരോ മാറ്റങ്ങൾ നമുക്ക് അതിൽ നിന്ന് അറിയാൻ പറ്റും. അതൊക്കെ ഭയങ്കര സന്തോഷം കേട്ടോ. നാട്ടിലൊന്നും അങ്ങനെ കയറി കാണാൻ പറ്റില്ല എന്നൊക്കെ മൂമെന്റുകളൊക്കെ നമ്മൾ കാണിച്ചു തരും, കൈ ഇറങ്ങുന്നുണ്ടോ കാലം അതൊക്കെ നമ്മൾ പറഞ്ഞു തരും ഡോക്ടർ. അതെ, അത് പിന്നെ ഡോക്ടേഴ്സ് കുറച്ചുകൂടി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡോക്ടേഴ്സാണ്. നാട്ടിലും ഫ്രണ്ട്ലി തന്നെ, നല്ല പറഞ്ഞത് നമുക്ക് ഫസ്റ്റത്തെ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് പറഞ്ഞതാണ്. നമുക്കിപ്പോൾ മലാവിയിലെ ഹോസ്പിറ്റലിൽ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, നാട്ടിൽ വരുമ്പോൾ നാട്ടിലെ എക്സ്പീരിയൻസ് അതൊക്കെ നമ്മൾ വീഡിയോയിൽ പറയുള്ളൂ. അതൊക്കെ ഞാൻ കമ്പാരിസനൊക്കെ ഞാൻ പറയാം. അങ്ങനത്തെ കുഞ്ഞു അപ്ഡേഷൻസ് ഒക്കെ ഞാൻ വീഡിയോയിൽ പറയും. പക്ഷെ ഇങ്ങനെ ഒരു വീഡിയോ മൊത്തം ഒരു പ്രഗ്നൻസിന്റെ ഒരു കാര്യം പറയുക എന്നുള്ള അങ്ങനത്തെ ഒന്നും ഇനി സുമി ഛർദ്ദിക്കുന്നു, സുമിനെ ഛർദ്ദി കോരിക്കൊണ്ട് പോകുന്നു, അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഞങ്ങൾ വീഡിയോ ചെയ്യില്ല എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്.
ചെയ്യുന്നത് മോശമാണെന്നും അല്ല, അല്ല അത് മോശമല്ല, നമുക്ക് താല്പര്യമില്ല എന്നുള്ളതാണ്. താല്പര്യമില്ലാത്തതുകൊണ്ട് പിന്നെ അത് എടുക്കാനുള്ളൊരു കാരണം മാനസികാവസ്ഥ ഞങ്ങൾ രണ്ടുപേരുടെ ഇനിയിപ്പോൾ സുമീനെ ഞാൻ കെയർ ചെയ്യേണ്ട സമയത്ത് ഞാൻ വീഡിയോ പിടിച്ചുകൊണ്ടിരുന്നുണ്ടെങ്കിൽ കെയറിങ്ങിന് ഒരിക്കലും ഒരു പരിഗണന ഉണ്ടാവില്ല എന്നുള്ളതാണ്. എനിക്ക് സുമീനെ കെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ആ വീഡിയോ തുറന്ന് വെക്കാതിരിക്കണം. ഇപ്പോൾ സുമിക്ക് വയ്യാണ്ടായി, സുമിക്ക് ഒരു ഭക്ഷണം ഉണ്ടാക്കണം, ഞാൻ അവിടെ പോയി ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസത്തെ കുക്കിംഗ് വീഡിയോ ഒക്കെ ഞാൻ ജസ്റ്റ് ലൈഫ് ഓഫ് സുമിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എനിക്കറിയില്ല. അല്ല, അത് ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇടാന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ വീഡിയോയിലൊക്കെ ഞാൻ ജസ്റ്റ് അതൊക്കെ തന്നെ എനിക്ക് സമയം പോവുകയാണ് ശരിക്കും പറഞ്ഞാൽ. ഫുഡ് ഉണ്ടാക്കി തീരുന്നില്ല, നമ്മൾ കൃത്യസമയത്ത് നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റില്ല. അതിന് വേണ്ടി നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ഇവരെ കെയർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇവരെ കെയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവരെ കെയർ ചെയ്യുക, വീഡിയോ എടുക്കുന്ന സമയത്ത് വീഡിയോയിൽ നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാലേ ഇത് എൻ്റെ ഡേ ഇൻ മൈ ലൈഫിൽ ഇടണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഞങ്ങളിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോഴേക്കും ഏകദേശം തോന്നുന്നു ഒരു 20 മിനിറ്റിൽ കൂടുതലായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ കുറേ ഞാൻ പച്ചക്കറിയും എല്ലാം എൻ്റെ കൃഷിയൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ബോറായി പോകും. വേറെ ഒന്നല്ല, നിങ്ങൾ കണ്ട് മടുക്കും. അപ്പോൾ എന്തായാലും ഇത് ആദ്യത്തെ അവസാനത്തെ ഒരു പ്രഗ്നൻസി കണ്ടെന്ന് ഞങ്ങൾ ഉണ്ടാക്കി. ഞങ്ങളുടെ ഒരു വീഡിയോ ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് അവിടെ കിടക്കട്ടെ വിചാരിക്കുന്നു. അപ്പോൾ ഒരു സന്തോഷം നിങ്ങളെല്ലാവരെയും അറിയിച്ച സന്തോഷത്തിൽ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനിയിപ്പോൾ തൊട്ടടുത്ത ഓരോ ദിവസമായിട്ട് വീഡിയോ എടുക്കണമെന്ന് മനസ്സിലാഗ്രഹമുണ്ട്. കുറച്ച് ദിവസം കൂടെ ഉണ്ടാവുള്ളൂ. ഇവിടെ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ അമ്മയും അച്ഛനും അനിയത്തിമാരും അച്ഛമ്മമാരും അവരൊക്കെ ആയിട്ടുള്ള വീഡിയോസായിട്ടും ഒരു ഫാമിലി വ്ലോഗ് തന്നെ സുമിക്ക് കൊണ്ടുവരാൻ പറ്റും. എനിക്കും ഈ വീഡിയോയിലൂടെയാണ് ഞാനും അത് കാണുക എന്നുള്ളതാണ് സന്തോഷങ്ങളൊക്കെ. നാട്ടിൽ പോകാനായി ഏകദേശം 1 മാസം ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള കുറേ കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് വേണം ഇവിടെ നിന്ന് പോകാൻ. അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോസ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ പച്ചക്കറികളൊക്കെ കാണിക്കാൻ മാത്രം കുറേ ഒന്നുമില്ല. പക്ഷെ നമുക്ക് കിഴങ്ങ് ഹാർവെസ്റ്റ് ചെയ്യാനുണ്ട്. ഒരുപാട് കിഴങ്ങ് ഉണ്ടായിട്ടുണ്ട്. അതായത് ഐറിഷ് പൊട്ടറ്റോ, മറ്റേ നമ്മുടെ നാട്ടിലേക്ക് മഞ്ഞ കളറുള്ള കിഴങ്ങ്, അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. കുറേ പച്ചമുളക് ഉണ്ടായി. പിന്നെ ചതുരപ്പയറിൽ ആദ്യമായിട്ട് 1.5 വർഷമായി ഞാനിവിടെ ചതുരപ്പയറിനെ പരീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നത് വളരെയോ ഉണ്ടാവുമോ എന്നുള്ളത്. അങ്ങനെ എൻ്റെ പരീക്ഷണാടിസ്ഥാനത്തിൽ ലാസ്റ്റ് കുറേ കുഞ്ഞു ചതുരപ്പയറിൻ്റെ ചെറിയ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഒരുപാട് പയറുണ്ടായിട്ടുണ്ടായിരുന്നു. ഒന്നും അങ്ങനെ പറിക്കാൻ ഞങ്ങൾ ആകെ 2-3 തവണ പയർ വെച്ച് തോരൻ വെച്ചിട്ടുള്ളൂ. മഴ അടച്ചു പോയതുകൊണ്ട് പറിക്കാനും പോകാൻ പറ്റില്ല. കാരണം അവിടെയൊക്കെ വീഴും, തെന്നും ചളിയിൽ പൂണ്ടുപോകും. അങ്ങനെ അടഞ്ഞ് മഴ പെയ്തുകൊണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ പയറൊക്കെ അങ്ങനെ മഴ പെയ്ത് ആകെ കേടായി പയറും പോയി. എന്തായാലും അതൊക്കെ ഞാൻ തൊട്ടടുത്ത ദിവസം തന്നെ കാണിച്ചിട്ട് വരാം. അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു എപ്പിസോഡ് വരാം. അതുവരേക്കും ബൈ.